പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരു 25 വർഷത്തിന് മുമ്പ് പോത്തങ്കോട് ചിന്താലയ ആശ്രമത്തിൽ ഞാൻ ചിന്താലയ ഈശൻ ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുകയായിരുന്നു രാവിലെ. അപ്പോൾ അവിടെ ഒരു ഭക്തൻ പ്രസ് ഇട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം പുതിയ ഒരു ഓഫ്സെറ്റ് പ്രിൻ്റ് വാങ്ങിച്ചു, പ്രിൻറ്റിങ് മെഷീൻ. ആദ്യമായിട്ട് ആ മെഷീനിൽ അദ്ദേഹം അടിച്ച ആ ഫോട്ടോ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തു. ഭഗവാൻ അത് വാങ്ങിച്ചിട്ട് അയ്യയ്യോ ഇത് ശരിയല്ലല്ലോ പിള്ളേ എന്ന് പറഞ്ഞു. ആ പടം നടുക്ക് ഗണപതിയും വലതു ഭാഗത്ത് മഹാലക്ഷ്മിയും ഇടതു ഭാഗത്ത് സരസ്വതിയുമായിട്ടുള്ള പടമാണ്. ഭഗവാൻ പറഞ്ഞു, ഗണപതിയുടെ വലതു ഭാഗത്ത് ഒരു ദേവനും ഇരിക്കാൻ പാടില്ല. സ്വന്തം തന്ത ഇരുന്നാൽ പോലും, അതായത് ശിവൻ ഇരുന്നാൽ പോലും ബലമില്ല എന്ന് പറഞ്ഞു. ഗണപതിയുടെ ക്ഷേത്രങ്ങളൊക്കെ നോക്കിയറിയാം, ഗണപതിയുടെ വലതുഭാഗത്ത് മറ്റുള്ള ദേവതകളുടെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കില്ല. ഗണപതിയുടെ ഇടതു ഭാഗത്തോട്ടാണ് എല്ലാ ദേവന്മാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിലിരുന്ന ഫോട്ടോ ഇത് തന്നെയാണ്. ശിവകാശിയിൽ നിന്ന് അടിച്ചു വരുന്ന എല്ലാ പ്രിൻ്റുകളും നടുക്ക് ഗണപതിയും ഒരു സൈഡിൽ മഹാലക്ഷ്മിയും ഒരു സൈഡിൽ സരസ്വതിയുമാണ്. ഞാൻ മഹാലക്ഷ്മി ഇങ്ങനെ കട്ട് ചെയ്തു സരസ്വതിയുടെ അടുത്തോട്ടാക്കി. നിങ്ങൾ വീട്ടിൽ ഈ പൂജാമുറിയിലൊക്കെ ഈ പടങ്ങളൊക്കെ ഇങ്ങനെ വച്ചിരിക്കുമെങ്കിൽ എടുത്ത് മാറ്റി ഗണപതിയെ വലത്തെ അറ്റം വയ്ക്കുക. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക. നന്ദി, നമസ്കാരം.